നമസ്കാരം. ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന അപ്രതീക്ഷിത പ്രഖ്യാപനം. ട്രംപ് ആയതുകൊണ്ട് എന്താണ് പറയുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതുകൊണ്ടും ആകപ്പാടെ ആശങ്ക ഉണ്ട് എങ്കിലും ട്രംപിൻ്റെ ഈ പ്രസ്താവന അത്ര ലളിതമാണ് എന്ന് കരുതാൻ കഴിയില്ല. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞതിനാൽ ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇറാൻ്റെ മിസൈൽ ശേഷി പൂർണ്ണമായും തകർക്കുക, പ്രതിരോധ അടിത്തറ നശിപ്പിക്കുക, നാവിക വ്യോമസേനയെ ഇല്ലാതാക്കുക, ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അടുത്തെത്തി എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിക്കും വരെ യുദ്ധം തുടരും എന്ന നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഉടൻ അവസാനിപ്പിക്കുമെന്ന ട്രംപിൻ്റെ അപ്രതീക്ഷിത നിലപാട്. ഇത് ലോകത്തിനാകെ പ്രതീക്ഷ നൽകുന്നതാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത് എന്ന് ലോകം കാത്തിരിക്കുമ്പോൾ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ഇതുവരെയുള്ള യുദ്ധ സാഹചര്യം പഠിപ്പിച്ച പാഠമാണോ അതോ അടുത്ത കുടിലതന്ത്രത്തിനു മുമ്പുള്ള ശാന്തതയാണോ എന്ന് ആശങ്കയും ഉയരുന്നുണ്ട്. ഏറ്റവും പ്രധാനം ട്രംപിനെ യുദ്ധത്തിലേക്ക് പെടുത്തിയ ഇസ്രായേലിൻ്റെ നീക്കമാണ്. ട്രംപ് കുഴിയിൽ ചാടി എന്ന് മനസ്സിലാക്കി നിർത്താൻ നോക്കുമ്പോൾ ഇസ്രായേൽ ഉടൻ ഒരു വൻ ആക്രമണം നടത്തും. അതോടെ വീണ്ടും ട്രംപ് പെടും. ഇതാണ് ഇറാൻ യുദ്ധത്തിൻ്റെ സ്ഥിരമായ അവസ്ഥ. ഏറ്റവും അവസാനം ഇറാൻ്റെ വാതകപ്പാടങ്ങളെ ആക്രമിച്ച് ലോകത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഇസ്രായേലിന് വേണ്ടി ട്രംപിന് പ്രതിരോധം തീർക്കേണ്ടി വരെ വന്നു. ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ലോകത്തിന് ഉറപ്പ് കൊടുക്കേണ്ടിയും വന്നു ട്രംപിനെയും US-നെയും സംബന്ധിച്ച് ഇറാൻ യുദ്ധം ഒരു നഷ്ടക്കച്ചവടമാണ്. ഈ ഘട്ടത്തിൽ ട്രംപിനെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കും എന്ന ഒടുവിലത്തെ തീരുമാനത്തിലേക്ക് നയിച്ചതും നിരന്തരമായ ചില തിരിച്ചടികളാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ തിരിച്ചറിവ് കൈവന്നത് എന്ന് വേണം കരുതാൻ. ഈ സാഹചര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. യുദ്ധത്തിലേക്ക് മറ്റു രാജ്യങ്ങളെ കൂടി പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതും ട്രംപിനെ സംബന്ധിച്ച് വൻ തിരിച്ചടിയായിരുന്നു. ഇറാനെതിരെ ഒന്ന് സഹായിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഈ നാറ്റോ രാജ്യങ്ങൾ തിരിഞ്ഞു നോക്കി പോലുമില്ല. മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ഇസ്രായേൽ പോയി വാതകപ്പാടത്തിലും ബോംബിട്ടു. ലോകം മൊത്തം എതിരായി. മാത്രമല്ല, US സംരക്ഷിക്കേണ്ട ഖത്തറിൽ ഇറാൻ കൊണ്ട് തിരിച്ചും മിസൈലിട്ടു. ട്രംപിനെ എല്ലാവരും കുഴിയിൽ ചാടിച്ചു. സുരക്ഷിതത്വം ഒരുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത GCC കൺട്രികളാകെ അമേരിക്കയുടെ സുരക്ഷിതത്വം ഇതാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉയർന്നു കേട്ടു. കൊല്ലാനൊക്കെ കൂടെ നിൽക്കാം, ചോര കൂടി കുടിക്കണമെന്ന് പറഞ്ഞാൽ, പരസ്യമായി ചെയ്യണം എന്നെല്ലാം പറഞ്ഞാൽ ട്രംപിന് പക്ഷേ പറ്റുമോ? ഒടുക്കം നിരാശയും ദേഷ്യവും എല്ലാം കൂടി ട്രംപ് നാറ്റോ രാജ്യങ്ങളെ പത്ത് ചീത്ത വിളിച്ച് സമാധാനിച്ചു. അവർ ഭീരുക്കളാണ് എന്നും നാറ്റോ വെറും കടലാസ് പുലിയാണ് എന്നും വരെ ട്രംപ് ആഞ്ഞടിച്ചു. തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ഒടുവിലത്തെ പ്രതികരണത്തിൽ ട്രംപ് ഇതും പറഞ്ഞിട്ടുണ്ട്, ഈ രോഷപ്രകടനം നടത്തിയിട്ടുണ്ട്. ആണവശക്തിയായ ഇറാനെ തടയാനുള്ള പോരാട്ടത്തിൽ നാറ്റോ സഖ്യകക്ഷികൾ രംഗത്തിറങ്ങിയില്ല. നിലവിൽ ഇറാനുമായുള്ള യുദ്ധം ഞങ്ങൾ വിജയിച്ചു. യുദ്ധം മൂലം ഇന്ധനവില വർദ്ധിക്കുന്നതിൽ നാറ്റോ രാജ്യങ്ങൾ പരാതി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ എണ്ണവില കൂടാൻ കാരണമായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ അവർ സഹായിക്കുന്നില്ല എന്നാണ് ട്രംപിൻ്റെ കുറ്റപ്പെടുത്തൽ. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് US-നും ഇസ്രായേലിനും മുന്നിൽ കൊട്ടിയടച്ചത് ആരാണ്? ഇറാൻ. എന്തിനാണ്? അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ആരിൽ നിന്ന്? ഇസ്രായേലിൽ നിന്നും US-ൽ നിന്നും. അപ്പോൾ യുദ്ധത്തിന് ആരാണ് ഉത്തരവാദി? ട്രംപ് പക്ഷേ എന്താ പറയുന്നത്? ഇപ്പോൾ എണ്ണവില കൂടാൻ കാരണം ഹോർമുസ് കടലിടുക്ക് അടച്ചതാണ്, അതിൽ നിന്നും രക്ഷിക്കാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാകാത്തതാണ്, അത് തുറക്കാൻ കൂടെ നിൽക്കാത്ത നാറ്റോയാണ് ഉത്തരവാദി എന്ന്. എന്തായാലേ. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്നത് വളരെ ലളിതമായ സൈനിക നടപടിയാണ് എന്ന അഭിപ്രായം ട്രംപിനുണ്ട്. എണ്ണവില കുറക്കാൻ അത്യാവശ്യമായ ഒരു ചെറിയ സൈനിക നടപടിയാണ് നടക്കുന്നത്. അപകട സാധ്യത കുറഞ്ഞ ഈ നീക്കത്തിൽ പങ്കാളികളാകാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല. ഭീരുക്കളാണ് അവർ. ഈ നിലപാട് US ഒരിക്കലും മറക്കില്ല. ട്രംപിനെ ചൊടിപ്പിച്ചത് 7 രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന കൂടിയാണ്. അതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡെവലപ്മെൻറ്റ്. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങൾ വ്യാഴാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന അവരെ കൂടെ കൂട്ടി ഇറാനെതിരായ യുദ്ധത്തിൽ അണിനിരത്താനുള്ള കുതന്ത്രത്തിൽ വീഴില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത ഗതാഗതത്തിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ നിലവിലെ സൈനിക നീക്കം അവസാനിച്ചാൽ മാത്രമേ ഇത്തരം ശ്രമങ്ങളിൽ പങ്കുചേരൂ എന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് വ്യക്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ സംരക്ഷിക്കുന്നതിനും സംഘർഷം ലഘൂകരിക്കുന്നതിനുമാണ് മുൻഗണന എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ തന്ത്രം വിലപ്പോയില്ല എന്ന് മാത്രമായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ കൂടി തുടർച്ചയാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഉടൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രസ്താവനയെ ചേർത്ത് വായിക്കേണ്ടത്. ഇത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ പ്രകൃതിവാതക പാടത്തിന്മേലുള്ള ആക്രമണം US-നെ പ്രതിരോധത്തിലാക്കുകയും ട്രംപിന് തള്ളിപ്പറയേണ്ടി വരികയും ചെയ്തതും പ്രതിസന്ധിയായി.
ഇനിയും യുദ്ധവുമായി പോയാൽ എന്തു സംഭവിക്കും എന്ന് ട്രംപിന് ഏകദേശം ഒരു പിടി കിട്ടിക്കാണും. അതുമാത്രമല്ല, പെരുന്നാൾ കഴിഞ്ഞു, ഇറാൻ ഇനി എങ്ങനെ പ്രതികരിക്കും എന്നതിന് ഒരു തിട്ടവുമില്ല. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്ത സാഹചര്യമാണ്. മുജ്തബയുടെ ഈദ് സന്ദേശം അതുകൊണ്ട് തന്നെ നിർണായകമാണ്. മുജ്തബ ഖമനേയിയുടെ ഈദ് സന്ദേശം യുഎസിനും ഇസ്രായേലിനുമുള്ള കനത്ത മുന്നറിയിപ്പായിരുന്നു. അധികാരം ഏറ്റെടുത്തതിന് ശേഷം ജനങ്ങൾക്കുള്ള മൂന്നാമത്തെ സന്ദേശമാണ് മുജ്തബ പുറത്തിറക്കിയത്. ഇറാൻ ജനതയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലും യുഎസും നടത്തുന്ന ആക്രമണ സാഹചര്യത്തിൽ പുണ്യമാസത്തിന്റെ വൈകാരികത കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു സന്ദേശം. ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഇറാൻ നടത്തുന്ന പോരാട്ടം മിസൈലുകളിലോ ഡ്രോണുകളിലോ യുദ്ധക്കളങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് മുജ്തബ ഖമനേയി പറഞ്ഞത്. രക്തസാക്ഷികളുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിയ ഖമനേയി ആഗോള അഹങ്കാരത്തിനെതിരായാണ് ഇറാന്റെ പ്രതിരോധം എന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇറാൻ 3 യുദ്ധങ്ങൾ നേരിട്ടു. ഇതിൽ ആദ്യത്തേത് കഴിഞ്ഞ വർഷം നടന്ന ജൂൺ യുദ്ധമാണ്. ഈ സംഘർഷങ്ങൾക്കിടയിൽ അപ്രതീക്ഷിത ആക്രമണങ്ങളിലൂടെ ശത്രുക്കൾ 1000-ലധികം ഇറാനിയൻ പൗരരെ കൊലപ്പെടുത്തി. ഇതിനുശേഷം ഫെബ്രുവരി അവസാന വാരത്തിൽ രാജ്യത്ത് നടന്ന പ്രതിഷേധങ്ങളെ രണ്ടാം യുദ്ധം എന്ന് ഖമനേയി വിളിച്ചു. അത് സ്പോൺസർ ചെയ്തത് ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇറാൻ ഇപ്പോൾ നേരിടുന്നത് 3ാമത്തെ യുദ്ധമാണ്. ഇറാന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുതലെടുത്ത് ജനങ്ങൾ ശത്രുക്കളുടെ അജണ്ടകൾ നടപ്പാക്കും എന്ന് കരുതി അമേരിക്കയും ഇസ്രായേലും അതുവഴി തങ്ങളുടെ കൂലിപ്പടയാളികൾ ഉപയോഗിച്ച് രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താമെന്നും അങ്ങനെ കീഴടക്കാമെന്നും പ്രതീക്ഷിച്ചു. ഇറാൻ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നും ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ ശത്രുക്കളെ ഒളിച്ചു നിന്ന് ആക്രമിക്കുന്ന സ്വഭാവം ഇറാനില്ലെന്നും മുജ്തബ പറഞ്ഞു. എന്നാൽ ആക്രമിക്കപ്പെട്ടാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കും. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയാണ് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നത്. ഇതിനെതിരെ സംയമനം പാലിക്കില്ല എന്നും മുജ്തബ വ്യക്തമാക്കി. ഈദ് ആഘോഷങ്ങൾക്ക് ശേഷം ഇറാന്റെ പ്രതിരോധം എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക US ഇസ്രായേൽ നേതൃത്വങ്ങൾക്കുണ്ട്. അതിനിടയിലാണ് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത മുജ്തബയുടെ ഈദ് സന്ദേശവും പുറത്തു വന്നത്. ഇതിന് പിന്നാലെ ഒരു പ്രധാനപ്പെട്ട അടി പുറത്തുനിന്ന് കിട്ടിയത് ഒരു കുഞ്ഞു രാഷ്ട്രത്തിൽ നിന്നാണ്. ഇങ്ങ് ശ്രീലങ്കയിൽ നിന്ന് യുദ്ധത്തിനായുള്ള അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ അനുമതി നിഷേധിച്ച ശ്രീലങ്കൻ തീരുമാനം US-ന് കനത്ത തിരിച്ചടിയായിരുന്നു. അതിപ്പോൾ പരസ്യമായി പറഞ്ഞതോടുകൂടി US-ന് നാണക്കേടായി. ജിബൂട്ടിയിലെ സൈനിക താവളത്തിൽ നിന്ന് 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മാർച്ച് 4-നും 8-നും മട്ടാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി തേടിയിരുന്നു എങ്കിലും ശ്രീലങ്ക അത് നിരസിച്ചിരുന്നു എന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനനായകെ പാർലമെന്റിൽ അറിയിച്ചു. അമേരിക്കൻ പ്രത്യേക പ്രതിനിധി സർജിയോ ഗോറുമായി പ്രസിഡന്റ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് വെളിപ്പെടുത്തൽ. തുറമുഖങ്ങളുടെ സുരക്ഷയും വ്യാപാര ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചർച്ച. എന്നാൽ തങ്ങളുടെ മണ്ണ് സൈനിക നീക്കങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് വ്യക്തമാക്കിയതായും ശ്രീലങ്കൻ പ്രസിഡന്റ് പറഞ്ഞു. 8 ആന്റി ഷിപ്പ് മിസൈലുകൾ വഹിച്ചിരുന്ന ഈ വിമാനങ്ങൾക്ക് അനുമതി നൽകുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും നിഷ്പക്ഷതയെയും ബാധിക്കും എന്ന് വിലയിരുത്തിയാണ് ശ്രീലങ്കൻ തീരുമാനം. വിദേശ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ ശ്രീലങ്ക ആഗ്രഹിക്കുന്നുവെന്നും പ്രസിഡന്റ് വിശദീകരിച്ചിരുന്നു. എല്ലാത്തിനുമുപരി യുദ്ധമേഖലയിൽ വമ്പൻ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമേരിക്ക വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ സിമ്പിളായി ഇറാൻ അതിനെയൊക്കെ തിരിച്ചാക്രമിക്കുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ച് ചില്ലറ കാര്യമല്ല. ഇറാന്റെ വ്യോമശക്തി ദുർബലമാണ്, ഉള്ളതെല്ലാം തകർത്തു എന്നെല്ലാം വീമ്പിളക്കുമ്പോഴും ഏറ്റവും ഒടുവിലും US-ന് നേരിട്ട തിരിച്ചടി ലളിതമല്ല എന്നർത്ഥം. US-ന്റെ അത്യാധുനിക ഒളിപ്പോർ വിമാനം എന്ന് വിളിക്കുന്ന F-35-നെ കഴിഞ്ഞ ദിവസം ഇറാൻ മിസൈലുകൾ അറ്റാക്ക് ചെയ്തു. സാധാരണ റഡാറുകൾക്ക് കണ്ടുപിടിക്കാനാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒളിപ്പോർ വിമാനത്തിന് കാര്യമായ കേടുപാട് വന്നു. ഇത് US വ്യോമസേനയെ ആകെ ഞെട്ടിച്ചു. ഇറാന്റെ റഡാറുകൾ F-35-നെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നതാണ് ലോകം തന്നെ ഉറ്റുനോക്കുന്നത്. ഈ മട്ടിലാണെങ്കിൽ ഇറാന്റെ വ്യോമസേനയുടെ കരുത്ത് US അളന്നതിനും മേലെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇറാന്റെ നാവിക ശക്തി എന്നതുപോലെ വ്യോമശക്തിയും പ്രതിരോധ ശേഷിയും ഇനിയും കാര്യമായി തന്നെ അവശേഷിക്കുന്നു എന്ന് വേണം കരുതാൻ. എല്ലാം നശിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നർത്ഥം. ഇറാൻ ഇനിയും പലതും പുറത്തെടുക്കാൻ ബാക്കിയിരിക്കുന്നുണ്ട് എന്നുറപ്പാണ്. അതുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല മുന്നോട്ടുള്ള പോക്ക് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്മാറുന്നത് തന്നെയാണ് US-നും ഇസ്രായേലിനും നല്ലത്. ഇറാനെ തകർത്തതുകൊണ്ട് ഇറാന് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന സാഹചര്യവും ഉണ്ട്. അവർ ഏകദേശം ഇറാൻ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും വ്യോമ കര നാവിക സേനകളോടൊപ്പം ഒത്തുനിന്നാൽ അവർക്ക് പരിമിതിയുണ്ടെങ്കിലും ഉള്ളതെല്ലാം വെച്ചുകൊണ്ട് പോരാടം തന്നെയാണ് ഇറാൻ്റെ തീരുമാനം എന്നാണ് അർത്ഥം. അതുകൊണ്ട് എന്താണ് നഷ്ടപ്പെടുന്നത് ആർക്കാണ് എന്നതാണ് ഇതിൽ നിർണായകമായ ചോദ്യം. ഒരു പരമാധികാര രാഷ്ട്രത്തെ നിരന്തരം ആക്രമിച്ച് ഇല്ലാതാക്കുന്ന ഈ പരിപാടിയുമായി എത്ര കാലം മുന്നോട്ട് പോകും എന്നത് പ്രധാനമാണ്. ഇതര
രാജ്യങ്ങളെല്ലാം യുദ്ധത്തിനെതിരായി, ഇറാൻ യുദ്ധത്തിനെതിരായി നിലകൊണ്ടിരിക്കുന്നു. നാറ്റോ പോലും കൂടെ നിൽക്കുന്നില്ല. ഇറാനെ പോലൊരു കരുത്തുള്ള രാജ്യത്തെ പോലും ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ മറ്റു രാജ്യങ്ങളും ആശങ്കപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു. നാളെ ഇത് നമുക്ക് നേരെയും വന്നുകൂടെ എന്ന ചോദ്യം ഉയരുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇറാഖിലും അഫ്ഗാനിലും നടത്തിയതുപോലുള്ള ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്ക് കണ്ണും പൂട്ടി പിന്തുണ നൽകുന്ന പരിപാടി അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ പോലും പിന്തുടരില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത് ട്രംപിനും US-നും ബോധ്യപ്പെട്ട് കാണണം. യുദ്ധം ഉടനെ അവസാനിക്കില്ല എന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തിന് മേലാണ് ഉടൻ അവസാനിക്കും എന്ന ട്രംപിന്റെ പ്രസ്താവന. അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് പിന്തിരിഞ്ഞാൽ ലോകത്തിനാകെ ആശ്വാസകരമാകും. യുദ്ധ കുറ്റവാളിയായ നെതന്യാഹുവിന്റെ കെണിയിൽപ്പെട്ട് US-ന്റെ കരുത്തിനെ ചോർത്തിക്കളയുന്ന നടപടിയിലേക്ക് പോയതിൽ തിരിച്ചറിവുണ്ടായാൽ ട്രംപിനും US-നും ലോകത്തിനാകെയും കൊള്ളാം. യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ. ലോക സമാധാനം കൈവരട്ടെ. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.